മോദിജി വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ. അതെ, ജയിപ്പിക്കും, ഞങ്ങൾ ജയിപ്പിക്കും, എന്തായാലും ജയിപ്പിക്കും. ഇലക്ഷൻ്റെ ഇവിടുത്തെ കാൻഡിഡേറ്റ് ആരാന്ന് ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞ കേട്ടു. ഞങ്ങൾ ആ ത്രില്ലിലാണ്. ബുദ്ധിമുട്ടില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിൽ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്ര നേരത്തെ വന്ന് ചെയ്യോ? എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? അവസരത്തിൽ എന്ത് പറയാനേ, നമ്മുടെ മോദിജി ഇങ്ങോട്ട് വരട്ടെ, അതാണ് മെയിൻ. മോദിജി വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ. ഞങ്ങളറിയാലോ, നമ്മുടെ തൃശ്ശൂർ നഗരത്തിലേക്ക് വരട്ടെ ആദ്യം. ഇതാണ് പറയാനുള്ളത്. മോദിജി വന്ന് ഞങ്ങളൊക്കെ ഇത് കാണട്ടെ, ഞങ്ങൾക്ക് അതാണ് ഏറ്റവും ആവശ്യം. നമ്മുടെ മോദി കഴിഞ്ഞിട്ടുള്ള നമുക്ക് എല്ലാം. ഇതിപ്പം ഈ പൂവ് നമുക്ക് റോഡ് ഷോയ്ക്ക് വേണ്ടിയാണ്. റോഡ് ഷോക്ക് നമ്മുടെ റോഡിൽ നരേന്ദ്രമോദി കാലും ഒന്നും തറക്കരുത്, ഇട്ട് കൊടുക്കാൻ അങ്ങോട്ട്. മോദിജി വരുന്ന സുരേഷ് സാറിനൊരു സപ്പോർട്ടായിട്ട് തോന്നുന്നു. സുരേഷ് സാറിന് മാത്രമല്ല, എല്ലാവർക്കും സപ്പോർട്ടാണ്. സുരേഷ് സാർ തന്നെ നമ്മുടെ സപ്പോർട്ടാണല്ലോ. പിന്നെ ഇപ്പം എന്താ, മോദിജി നമ്മുടെ എല്ലാമാണ്. അത്രേ പറയുള്ളൂ, അത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഹാപ്പിയാണ്. ഹാപ്പി ആയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കണില്ല. എല്ലാവരും ഹാപ്പി. ആരുടെ മുഖത്തേക്ക് ഒരു ദുഃഖം കാണണ്ട. രാവിലെ 9 മണിക്ക് എത്തി. ഇപ്പം 2 ലക്ഷം സ്ത്രീകളല്ലേ? 2 ലക്ഷം. സന്തോഷം, ഒന്നും പറയാനില്ല. സ്ത്രീകളുടെ പെൺപുലികളുടെ ഒരു വൻ കരുത്താണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. തൃശ്ശൂർക്കാർക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഞങ്ങളെല്ലാവരും, തൃശ്ശൂരിലെ എല്ലാ സ്ത്രീകളും മോദിജിയെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ആവേശമാണ് നമ്മളിന്ന് ഇവിടെ കാണുന്നത്. നമ്മുടെ എല്ലാ മഹിളാ മോർച്ച പ്രവർത്തകരും പൂ ഇറുത്തുകൊണ്ട് നമ്മുടെ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളാണ് ഇപ്പോൾ ഇറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ നഗരം വനിതകളാൽ മുഖരിതമായിരിക്കും. നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ വരവേൽക്കാൻ ഞങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ. താങ്ക് യു. സുരേഷേട്ടൻ തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ഈ മോദിജി വരുന്ന ഈ ഒരു മഹിളാ സംഗമത്തിൽ പ്രധാനമായും നമുക്കറിയാം നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം എന്താണ് വരാനിരിക്കുന്ന ആ സസ്പെൻസ് എന്ന് ചിലപ്പോൾ നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. എന്തായാലും ശ്രീ സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ച് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തൃശ്ശൂരിലെ എല്ലാ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ പോലെ അല്ല, ഇപ്പോൾ സുരേഷ് ഗോപിയെ തൃശ്ശൂർ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു MP ആയി തൃശ്ശൂരിൽ നിന്നും ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്കുറപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു മഹിളാ സംഗമം വിജയകരമാക്കാൻ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഭാരതത്തിൻ്റെ അഭിവന്ദ്യനായ പ്രധാനമന്ത്രിക്ക് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഹാർദവമായ സ്വാഗതം. എല്ലാ ആശംസകളും ഈ പരിപാടിക്ക്. നാരീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിക്ക് എല്ലാ ആശംസകളും. ആവുന്നതാണ് ഞങ്ങൾ പ്രവർത്തകരെല്ലാം പ്രതീക്ഷ, അതാണ് ആവുന്ന തന്നെ പ്രതീക്ഷിക്കുന്നു. അതെ 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 പ്രവർത്തകരെല്ലാം വളരെ സജീവമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും വളരെ സജീവമാണ്. എല്ലാം നന്നായി തന്നെ വരാൻ ഭഗവാനോട് വടക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ജനവിധിയുടെ കാര്യമല്ലേ, നമ്മളുടെ പ്രതീക്ഷ അതാണ്. 100% പ്രതീക്ഷയോടുകൂടി തന്നെ ഈ പരിപാടിക്ക് വേണ്ടി പണിയെടുക്കും. ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്താ തോന്നുന്നത്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ഒരുക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസം തിരുവാതിര ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യുള്ള അമ്മമാരും സ്ത്രീകളും മക്കളും ഒക്കെ പങ്കെടുത്തു. ഇന്നത്തെ പരിപാടിയിലും അതുപോണക്ക് തന്നെയായിരിക്കും. 2 ലക്ഷത്തിന് പുറത്ത് സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിലും രാഷ്ട്രീയ ഭേദമന്യുള്ള മഹിളകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. മോദിജിക്ക് വേണ്ടി ഞങ്ങൾ കുറേ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ജയിപ്പിക്കണം. കാരണം തൃശ്ശൂരിൻ്റെ നന്മയ്ക്ക് വേണ്ടി SGനെ പോലൊക്കെ ഒരാൾ വരിക തന്നെ വേണം. കാരണം ഒരുപാട് ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം മാത്രമല്ല ആൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എന്തൊരാവശ്യമായിട്ട് നമ്മൾ വിളിച്ചാലും നമ്മളെ സഹായിക്കാൻ ആൾ മുന്നിലുണ്ട്. എന്ത് കാര്യത്തിനാണ്. എനിക്ക് ഒരുപാട് അനുഭവമുള്ള, ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകയാണ്, അതുകൊണ്ട് സോഷ്യൽ വർക്കറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് കേസുകൾക്ക് ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്. അതൊരുപാട് സന്തോഷമാണ്. പിന്നെ തൃശ്ശൂരിൻ്റെ വികസനമാണ് ആവശ്യമെങ്കിൽ, തൃശ്ശൂരിൻ്റെ ജനങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അവർ ജയിപ്പിക്കുക തന്നെ വേണം. കാരണം മറ്റ് രാഷ്ട്രീയം നോക്കാതെ വ്യക്തിനെ നോക്കി വോട്ട് കൊടുത്ത് അദ്ദേഹത്തിന് ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്നും തൃശ്ശൂരിന് നല്ലൊരു വികസനം ഉണ്ടാകും. ആൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് വാക്കുകൾ പറഞ്ഞിരുന്നു. അതൊക്കെ 1 by 1 ആയിട്ട് ആൾ ചെയ്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും.
അപ്പോൾ എസ് ടി തന്നെ ഇവിടെ നിന്ന് എസ് ടിനെ ജയിപ്പിക്കുക, അതാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഹാർഡ് വർക്കിങ്ങിലാണ്. എന്തായാലും ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ മോദിജിക്ക് നമ്മുടെ ശക്തൻ്റെ തട്ടകത്തിൽ കർമ്മനിരതനായ മോദിജിക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ മണിക്കൂറുകൾക്ക് മാത്രമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവസരത്തിൽ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി മോദിജി എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ എല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മൊത്തത്തിൽ പ്രധാനമന്ത്രി മോദിജി ചെയ്യുന്നുണ്ട് സഹായങ്ങൾ. പിന്നെ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ 3ാം ലോകസഭ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങേയറ്റം എല്ലാവരും പ്രാർത്ഥിക്കും ദൈവത്തോട്. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി സാറ് എന്തായാലും തൃശ്ശൂർ വേണം, ജയിക്കണം. അതെ, ജയിപ്പിക്കും, ഞങ്ങൾ ജയിപ്പിക്കും, എന്തായാലും ജയിപ്പിക്കും. സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യണത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിൽ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്ര നേരത്തെ വന്ന് ചെയ്യുമോ? ഞങ്ങൾ ഇത്രയും നേരത്തെ വന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, സുരേഷ് ഗോപിനെ ജയിക്കാൻ മാത്രമായിട്ടാണ്. ഇതിനു മുമ്പ് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അത് മുമ്പ് തവണ. രണ്ടാമത്തെ പ്രാവശ്യം. സന്തോഷം. എന്തായാലും സുരേഷ് ഗോപി സാറും ഞങ്ങൾക്ക് ദൈവത്തെ പോലെ തന്നെയാണ്. കാരണം പല സഹായങ്ങളും പലർക്കും ചെയ്യുന്നൊരു അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും ദൈവത്തിന് തുല്യം തന്നെയാണ്. എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കും, എന്തായാലും ജയിപ്പിക്കും, അത് തീർച്ച. ഞങ്ങൾ തൃശ്ശൂർക്കാർ തൃശ്ശൂർ പൂരം വന്ന ഉത്സവ ലഹരിയിലാണ്. ഇന്ന് ഞങ്ങൾ ആ ഉത്സവ ലഹരിയിലാണ്. മോദിജീനെ സ്വീകരിക്കാനുള്ള എല്ലാ സ്ത്രീകളും അതിൻ്റെ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇന്ന് ഇലക്ഷൻ്റെ ഇവിടുത്തെ കാൻഡിഡേറ്റ് ആരാന്ന് ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞു കേട്ടു. ഞങ്ങൾ ആ ത്രില്ലിലാണ്. സുരേഷ് ഗോപി വരട്ടെ, സുരേഷ് സാർ വരട്ടെന്ന് ഞങ്ങളെല്ലാ സ്ത്രീകളുടെയും സപ്പോർട്ട് സുരേഷിക്ക് ഉണ്ടാവും. ഞങ്ങൾ സ്ത്രീകളുടെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ തൃശ്ശൂരും കൂടി തിരിച്ചു പിടിക്കും. ഞങ്ങൾ BJPക്ക് വേണ്ടിയിട്ട് ഹാർഡായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. മോദിജി വീണ്ടും 3ാമത് വരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതൊരു പ്രതിജ്ഞയാണ് ഞങ്ങളുടെ. അതുമാത്രമല്ല, ഞങ്ങളുടെ എല്ലാ പരിവാർ സംഘടനകളും ഇതിൽ ഒത്തു പ്രവർത്തിച്ചിട്ട് സുരേഷ് ഗോപിനെ എന്തായാലും ഈ തൃശ്ശൂർ നഗരത്തിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. ഭാരത് മാതാ കി! ഭാരത് മാതാ കി!